ഷാജി മാമിൻ്റെ തൃശ്ശൂർ ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഷാജി മാമിൻ്റെ രുചികേട്ടായ നമ്മുടെ ചെമ്മീൻ, നല്ല ചെറിയ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ വറുത്തത് ഒരു 150 ഗ്രാം. ഓക്കെ. തേങ്ങ ഒരു 3 തേങ്ങ ചിരവിയത്, ഒരു പിടി ഉള്ളി, വേപ്പില കുറച്ചധികം വേണം, പിന്നെ കുത്തുമുളക്, മുളക് പൊടി, കാശ്മീരി മുളക്, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ഷാജി ചൂടിക്ക് ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ അതിലേക്ക് ഒരു മിനിറ്റ് ചൂടായതിന് ശേഷം ആയിട്ടുണ്ട്. ചൂടിൽ വേപ്പില നന്നായി മുരിഞ്ഞ് വരണം. വേപ്പില മുരിഞ്ഞ് വന്നുള്ള ഗുണം എന്താ വെച്ചാൽ നന്നായി മുരിഞ്ഞ വേപ്പിലൊക്കെ നമുക്ക് കഴിക്കാം. അത് മാത്രമല്ല ഈ ചെമ്മീൻ്റെ മതി കൂടി നാശമില്ല, കേടവഴി. പിന്നെ നന്നായി മുരിഞ്ഞ് വന്നതിന് ശേഷം ഇത് കൂട്ടി വെക്കാം. ഇല്ല അരിച്ചില്ല മസാലകൾ ചേർക്കാം. ഓക്കെ. അതിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ തന്നെ ചേർക്കാം. ഒരു പൊടി കൂടി ചേർക്കാം, കളർ വേണം. തീയൊന്ന് നൈസാക്കിയിട്ട് തീയൊന്ന് കുറച്ച് വയ്ക്കുക. ഓക്കെ. മുളക് പൊടി ഒരു 1.5 സ്പൂണുണ്ട്, കാശ്മീരി മുളക് 2 സ്പൂണുണ്ട്, കുത്തുമുളകുണ്ട്. ഓക്കെ. ഒന്ന് മൂത്തതിന് ശേഷം തേങ്ങ ഇടാം. കരിയാൻ പാടില്ല. മൂന്ന് തേങ്ങ എടുത്തില്ല കേട്ടോ. 3 തേങ്ങ ചെറിയ ചെയ്ത്. ഓക്കെ. ഇനി നന്നായിട്ട് ഒന്ന് മൂക്കാണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് ഇടണം. മിക്സാണ് അറ്റി കറിഞ്ഞു പോകും. ഇതിൽ വെച്ചാൽ ഇതിപ്പോൾ വെജ് മാത്രമായി ഇപ്പോൾ, കാരണം ഇത് തേങ്ങ മാത്രം ഇട്ടിട്ടുള്ളത്. ഓക്കെ. ഇതിപ്പോൾ നോൺ കഴിക്കാത്തവർക്ക് ഇത് മുരിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് തേങ്ങാ ചമ്മന്തി പോലെ, തേങ്ങ ഉള്ളി ഇട്ടിട്ടുള്ള മുരിഞ്ഞ ചമ്മന്തിപ്പൊടി പോലെ ഇതിൽ മിക്സ് ചെയ്യും. ഇത് ഞാൻ ലാസ്റ്റ് ഇത് ചെമ്മീൻ മിക്സ് ചെയ്താൽ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയായി. നോണുള്ളവർക്ക് നോണ് കഴിക്കാം, വെജിലുള്ളവർക്ക് വെജും ആയിട്ട് കഴിക്കാൻ പറ്റും. കുറച്ച് ഉപ്പുണ്ട്. രണ്ട് സ്പൂൺ ഉപ്പ്. തേങ്ങ നന്നായി ഒന്ന് മുരിയാണ്ട്. മുരിഞ്ഞതിന് ശേഷം ചെമ്മീൻ പൊടിച്ച് വെച്ചിട്ടുള്ളത് അതിൽ മിക്സ് ചെയ്യണം. അത് നന്നായി തേങ്ങയിലത്തെ വെള്ളം പോകണം. വെള്ളം പോയില്ലെങ്കിൽ നാശമാവും. വെള്ളം പോയി കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞാൽ കുറേ നാളിരിക്കും. ചെമ്മീൻ ചമ്മന്തി റെഡി ആയിക്കൊണ്ടിരിക്കണേ. ചെമ്മീൻ പൊടിച്ചത് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തൊന്ന്, അധികം പൊടിയാൻ പാടില്ല. ഇത് മിക്സ് ചെയ്യും. വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആവുന്ന നേരം നടക്കുക. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡിയായി. ഇതൊന്ന് ടേസ്റ്റ് നോക്കാൻ നമ്മുടെ കസിനെ വിളിച്ചിരുന്നു. ടേസ്റ്റ് നോക്കാം. അടിപൊളിയുണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. എല്ലാവർക്കും നമസ്കാരം.